നമസ്കാരം. ബോക്സ് ഓഫീസ് അടക്കി വാഴുകയാണ് മമ്മൂട്ടി ചിത്രം കളങ്കാവൽ. മമ്മൂട്ടിയുടെ ചിത്രമായ കളങ്കാവൽ 4 ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ എത്രയാണെന്ന് അറിയാവോ? 10 അല്ല, 20 അല്ല, 30 അല്ല, 40 അല്ല, 50 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കളങ്കാവൽ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആദ്യ ദിവസത്തിന്റെ അതിഗംഭീരമായ റിപ്പോർട്ടുകൾ സിനിമയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിൽ അത്യാവശ്യം കുറച്ച് എലമെന്റ്സും അത്യാവശ്യം കുറച്ച് വയലൻസും ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ് ഇത് എങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് 4 ദിവസം കൊണ്ട് 50 കോടി എന്ന റാംപേജിലേക്ക് ഈ സിനിമ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നത്. പലപ്പോഴായി മമ്മൂട്ടിക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു പരിഹാസം എന്ന് പറയുന്നത് ഒരു 100 കോടി ക്ലബിൽ ഇടമില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതേ രീതിയിൽ കളങ്കാവലിന് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ 100 കോടി ക്ലബിലേക്ക് ഈ സിനിമ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉള്ള കളക്ഷൻസ് ഒക്കെ തന്നെ അതിഗംഭീരമായി മുന്നോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കളക്ഷൻ വൈസും ഈ സിനിമ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നത് തന്നെ പറയേണ്ടി വരും. ആദ്യ ദിനം ഏകദേശം ഒരു 15 കോടി രൂപയിലേക്ക് കളക്ഷൻ ഉണ്ടായിരുന്ന സിനിമ, ലോകമൊട്ടാകെ കളക്ഷൻ ഉണ്ടായിരുന്ന സിനിമ, പിന്നീട് ശനിയും ഞായറും കൂടി ആയപ്പോഴേക്കും നല്ലൊരു ടേക്ക് പോയി. തിങ്കളാഴ്ചയും കൂടി ആയപ്പോഴാണ് ഏകദേശം 50 കോടി രൂപ കളക്ഷനിലേക്ക് ഈ സിനിമ മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സാധാരണയായി ഈ ബോക്സ് ഓഫീസ് കളക്ഷനുകളാണല്ലോ ഇപ്പോൾ സിനിമയെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ മാറിയല്ലോ, മൾട്ടിപ്ലക്സുകളൊക്കെ വന്നതിന് പിന്നാലെ ഇപ്പോൾ എത്ര ദിവസം ഈ സിനിമകൾ ഓടി എന്നതിനെ പറ്റിയല്ല സംസാരം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഗോഡ് ഫാദർ 414 ദിവസം, ചിത്രം 365 ദിവസം എന്നുള്ള ദിവസങ്ങളുടെ കണക്കുകളായിരുന്നു ഈ സിനിമ എത്രമാത്രം മുന്നോട്ട് പോയിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വന്നെങ്കിൽ മൾട്ടിപ്ലക്സുകൾ വന്നതോടുകൂടി, മൾട്ടിപ്ലക്സുകൾ വിഹരിച്ചതോടുകൂടി ചോദ്യചിഹ്നങ്ങളും സംശയങ്ങളുമായി കണക്കാക്കപ്പെടുന്നതും ഈ കണക്കുകളാണ്. എങ്ങനെ? ബോക്സ് ഓഫീസ് കണക്കുകളാണ്. OTT വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല. തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് തീരുമാനിക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തിൻ്റെ തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മാതാക്കളുടെ സംഘടന ആദ്യത്തെ 2-3 മാസങ്ങളിൽ അവർ കൃത്യമായി ഏതൊക്കെ സിനിമകൾ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തു, എത്ര എണ്ണം പരാജയപ്പെട്ടു, എത്രയാണ് നേടിയത് എന്നുള്ള കണക്കുകൾ ഉൾപ്പെടെ അവർ പുറത്തു വരുന്നൊരു പശ്ചാത്തലത്തിൽ പിന്നെ അതവർ നിർത്തി. കൂട്ടായ പല തീരുമാനങ്ങൾക്ക് ശേഷം അവരത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ മലയാള സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവന്നത് മോഹൻലാൽ തന്നെയാണ്, തർക്കമൊന്നുമില്ല. ഇപ്പോൾ തുടരുമായിക്കോട്ടെ, എംപുരാൻ ആയിക്കോട്ടെ, റിലീസ് ചെയ്ത 2 സിനിമകളായ ചോട്ടാ മുംബൈ, രാവണപ്രഭുവുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം എന്ന സിനിമയായിക്കോട്ടെ, ഇതിലെല്ലാം കൂടെ മോഹൻലാൽ ഏകദേശം ഒരു 600 കോടിയോളം രൂപയാണ് മലയാള സിനിമാ മേഖലയിൽ മാത്രമായി ഈ വർഷം മാത്രമായി സംഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടി ചിത്രമായ കളങ്കാവലും വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് നമ്പേഴ്സുമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിക്ക് സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഇനി അടുത്ത ആഴ്ചയും കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ 12-ാം തീയതി റിലീസിനാകാൻ പോകുന്നത് 2 സിനിമകളാണ്. അത് 2 അന്യഭാഷ സിനിമകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് നന്ദപുരി ബാലകൃഷ്ണ നായകനായി എത്തുന്ന അഖണ്ഡ 2. ഈ സിനിമ ഡിസംബർ 5-ാം തീയതി കളങ്കാവലിനൊപ്പം ക്ലാഷ് റിലീസായി എത്തേണ്ടതായിരുന്നു. പക്ഷേ എന്തോ ലൈസൻസ് ഇഷ്യൂസ് കാരണം അഖണ്ഡയ്ക്ക് 5-ാം തീയതി റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. ആ റിലീസാണ് അവർ 12-ാം തീയതി ഫിക്സ് ചെയ്യുന്നത്. പിന്നൊന്ന് നളൻ കുമാരസ്വാമി സംവിധാനം ചെയ്യുന്ന കാർത്തി നായകനായി എത്തുന്ന വാ വാത്യാർ എന്ന സിനിമയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജി ജ്ഞാനവേൽ ആണ്. കങ്കുവയുടെ ഒക്കെ പ്രൊഡ്യൂസറാണ് ജ്ഞാനവേൽ രാജയാണ് വാ വാത്യാർ എന്ന സിനിമയും നിർമ്മിക്കുന്നത്. അതാണ് 12-ാം തീയതി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 സിനിമകൾ. പിന്നീടുള്ള സിനിമകൾ മലയാളത്തിലുണ്ടെങ്കിൽ തന്നെ അത് 18-ാം തീയതിയാണ്. അത് ഭബ്ബയാണ്. ദിലീപ്, മോഹൻലാൽ എന്നിവർ പ്രധാന വേഷങ്ങൾ എത്തുന്ന സിനിമയാണ്. അത് അത്യാവശ്യം നല്ല ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് 2025 ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമകളിൽ ഒന്നാണ് ബബ്ബ. പക്ഷെ 12-ാം തീയതി മറ്റൊരു മലയാള സിനിമയായ റേച്ചൽ റിലീസിന് എത്തുന്നുണ്ട്. ഹണി റോസ് നായികയായി എത്തുന്ന റേച്ചലാണ്. അപ്പോൾ പറയുന്നത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് കളങ്കാവലിന്. ആ സ്പേസ് ഉണ്ട്. കളങ്കാവൽ ഇനിയും ഇപ്പോഴും ഓരോ സ്ക്രീനുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റിലീസ് ചെയ്ത് 2-ാം ദിവസം തന്നെ 103 സ്ക്രീൻസാണ് അഡീഷണൽ ആയിട്ട് കളങ്കാവലിന് നേടാൻ സാധിച്ചത് എന്നുള്ളത്. അത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഇതുപോലൊരു വയലൻസ് സിനിമയ്ക്ക്, ഇതുപോലൊരു സൈക്കോട്ടിക് സിനിമയ്ക്ക് അങ്ങനൊരു മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടി എന്ന പ്രകടന നേതാവിൻ്റെ ഒരു വളർച്ച തന്നെയാണ്. മമ്മൂട്ടിയുടെ എന്ന അഭിനേതാവിൻ്റെ പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത് കളങ്കാവലിന് ശേഷം. പ്രത്യേകിച്ച് സിഗരറ്റ് ചവച്ച് തുപ്പുന്ന രംഗമായിക്കോട്ടെ, അല്ലെങ്കിൽ പല രംഗങ്ങളും ആ ഒരു വിഷവിത്തായ പാമ്പ്, അല്ലെങ്കിൽ ആ ഒരു പാമ്പിനെ പറ്റി ഒക്കെ പല രീതിയിലും ഇതിൻ്റെ ഡീകോഡിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. സംവിധായകനായ ജിതിൻ കെ ജോസ് ഇപ്പോൾ പല അഭിമുഖങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തൊരു പശ്ചാത്തലവും കൂടിയുണ്ട്. എല്ലാം കൊണ്ടും മമ്മൂട്ടി ചിത്രത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രീൻ സിഗ്നൽ തന്നെയാണ് നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് കളങ്കാവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഒരു 100 കോടി ക്ലബിലേക്ക് അടുത്ത ആഴ്ച എത്തിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടാവില്ല. വളരെ വേഗത്തിൽ 50 കോടി ക്ലബിൽ എത്തുന്ന മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒന്നായി
കളങ്കാവൽ മാറപ്പെടുകയും ചെയ്തു. നവാഗതനായ ജിതിൻ കെ ജോസാണ് ഇതിൻ്റെ സംവിധായകൻ. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. വിനായകനാണ് മമ്മൂട്ടിക്കൊപ്പം ഒരു പ്രധാന വേഷത്തിലെത്തുന്നത്. മമ്മൂട്ടിക്ക് 20ഓളം സ്ത്രീകളുണ്ട്. ശ്രുതി രാമചന്ദ്രൻ ആയിക്കോട്ടെ, ഗായത്രി അരുണായിട്ട്, രജിഷ വിജയൻ, കൂട്ടത്തിൽ ഏകദേശം അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ ഒട്ടനവധി ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അണിനിരക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ താരനിരയുമായിട്ട് ഈ എത്തിയ സിനിമ ആദ്യ പ്രദർശനത്തിന് ശേഷം തന്നെ അതിഗംഭീരമായ റിപ്പോർട്ടുകൾ നേടുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ത്രൂ ഔട്ടായി കഴിഞ്ഞ 4 ദിവസവുമായിട്ടും ബോക്സ് ഓഫീസിൽ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ച പോലും, അതായത് കഴിഞ്ഞ ദിവസം പോലും നല്ല രീതിയിൽ ഇതിൻ്റെ കളക്ഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കളക്ഷൻ വൈസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കളങ്കാവൽ.